പന്തീരാങ്കാവ് വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. ഒളിവിലിരുന്ന് അഭിമാനിക്കുകയാണ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനായിട്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. പോലീസ് നാലുപാടും അന്വേഷിക്കുകയെ പ്രമുഖ പത്രത്തിന് ഒളിവിലിരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ നൽകുന്ന രാഹുലിനെ നമുക്ക് കാണാൻ കഴിയുന്നു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനായിട്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാനിരിക്കുകയാണ്. അതിനിടെ വെളിപ്പെടുത്തലുമായിട്ട് പ്രതി രാഹുൽ പി ഗോപാൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഓൺലൈനിലാണ് രാഹുൽ പ്രതികരണം നൽകിയത് എന്നുള്ളതാണ്. ഒളിവിലിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും അപമാനിക്കുന്ന ന്യായങ്ങളാണ് ഈ രാഹുൽ നിരത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യുവതിയുടെ വീട്ടുകാരോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നേരത്തെ മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തത് മറച്ചുവച്ചിട്ടില്ലെന്നും രാഹുൽ പറയുന്നു. യുവതിയുടെ ഫോണിൽ വന്ന കോളുകളും ചില സന്ദേശങ്ങളും കാരണമുണ്ടായ പ്രകോപനത്തിലാണ് യുവതിയെ അടിക്കേണ്ട സാഹചര്യമുണ്ടായത് എന്നാണ് ഇയാളുടെ വിശദീകരണമെന്ന് പറയപ്പെടുന്നത്. പരസ്പരം വഴക്ക് നടന്ന ശേഷവും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയായിരുന്നു തീരുമാനം. എന്നാൽ യുവതിയുടെ വീട്ടുകാർ അടുക്കള കാണൽ ചടങ്ങിന് എത്തിയതിന് പിന്നാലെയാണ് പ്രശ്നം വഷളായത് എന്നുള്ളതാണ്. ഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിയില്ല എന്നും നെറ്റിയിലെ പാട് ബാത്റൂമിൽ തെന്നി വീണപ്പോൾ സംഭവിച്ചതാണ് എന്നുമൊക്കെ രാഹുൽ പറയുന്നുണ്ട്. യുവതിയുടെ ചില സുഹൃത്തുക്കളുമായുള്ള ഫോൺ കോളുകളിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഇത് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വഴക്കുണ്ടായതെന്നും അദ്ദേഹം പറയുന്നത്. 2 സിം കാർഡുകളിലെ വിവരങ്ങളും ഫോണും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇക്കാര്യം വളരെ കൃത്യമായി വ്യക്തമാകുമെന്നും പറയുന്നുണ്ട്. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഉണ്ടായ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട് എന്നും അന്ന് യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന കാര്യം ഉണ്ടായിരുന്നില്ല എന്നും രാഹുൽ പറയുന്നു. തനിക്കെതിരായ കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ത്രീധനത്തിൻ്റെ കഥ എന്നാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. മകളെ തല്ലിയതിന് പകരം ചെയ്യുമെന്ന് യുവതിയുടെ ബന്ധുക്കളടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമുണ്ടായി. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു. അങ്ങനെയാണ് രാജ്യം വിട്ടു പോകുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് രാഹുൽ പറയുന്നത്. യുവതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കൂ, അപ്പോൾ അറിയാം കാര്യങ്ങൾ. വിവാഹ ചെലവിൻ്റെ 75% താനാണ് വഹിച്ചത് എന്നും വസ്ത്രവും വിവാഹമോതിരവും ഉൾപ്പെടെ വാങ്ങിയത് താനാണ് എന്നും പിന്നെ എന്തിനാണ് സ്ത്രീധനം ചോദിക്കണം, യുവതിയുടെ ഫോൺ പരിശോധിക്കണമെന്നും ആ ആവശ്യത്തിൽ മാത്രമാണ് താൻ ഉറച്ചു നിൽക്കുന്നത് എന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിലവിൽ സിംഗപ്പൂരിലുണ്ട് എന്നാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ പി ഗോപാലിൻ്റെ പ്രതികരണമെന്ന് പറയപ്പെടുന്നത്. അതേസമയം ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായിട്ടുള്ള അന്വേഷണ സംഘം ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കും. ഇയാൾ വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ നോട്ടീസൊക്കെ പുറത്തിറക്കുന്നത്. അദ്ദേഹം രാജ്യം വിട്ടുകഴിഞ്ഞു. രാഹുൽ വിദേശത്ത് പോയിട്ടില്ല എന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുലിൻ്റെ മൊബൈൽ സിഗ്നൽ അത് കർണാടകത്തിൽ നിന്ന് കിട്ടിയിരുന്നുവെന്നും ഇവിടെ നിന്ന് ഇയാൾ വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യത കൂടി പോലീസ് കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് കണക്കിലെടുക്കുന്നുണ്ടോ എന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടകത്തിലെ വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നൊക്കെയാണ് പോലീസിൻ്റെ ഭാഷ്യമെന്ന് പറയപ്പെടുന്നത്. രാഹുലിൻ്റെ ബന്ധുക്കളിൽ നിന്ന് തന്നെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഇത് മൊഴിയെടുക്കുവാൻ അന്വേഷണ സംഘം വീട്ടിലെത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ വീട് പൂട്ടിയിരുന്നാൽ അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. പന്തീരാങ്കാവിലെ ഭർത്തൃ വീട്ടിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ക്രൂരമായ പീഡനം നേരിട്ട് എന്നായിരുന്നു പറവൂർ സ്വദേശിനിയായിട്ടുള്ള നവവധുവിൻ്റെ വെളിപ്പെടുത്തലെന്ന് പറയപ്പെടുന്നത്. കേബിൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിയ ഭർത്താവ് രാഹുൽ ലഹരിക്കടിമയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. രാഹുൽ ഒരു രാത്രി മുഴുവൻ അടച്ചിട്ട മുറിയിൽ തന്നെ മർദ്ദിച്ചു എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ക്രൂരമായിട്ടുള്ള ആക്രമണമെന്നാണ് പരാതി നൽകിയിട്ടും ഗാർഹിക പീഡനത്തിന് മാത്രം കേസ് എടുത്ത പോലീസ് നടപടിക്കെതിരെ അതിനെതിരെയും യുവതിയും കുടുംബവും ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുമ്പ്, അതായത് മെയ് 11 പന്തീരാങ്കാവിലെ വീട്ടിൽ ഭർത്താവ് നടത്തിയ ക്രൂരതയാണ് യുവതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീട് കാണൽ ചടങ്ങിനെത്തിയ അമ്മയും സഹോദരനും അടക്കമുള്ളവർ മുഖത്തും ശരീരത്തിലുമേറ്റ പാടുകളും ഒപ്പം തന്നെ രക്തക്കറയും ഒക്കെ കണ്ടത് അതുകൊണ്ട് മാത്രമാണ് എല്ലാം തുറന്നു പറഞ്ഞത് എന്നാണ് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ മൊഴി എന്ന് പറയപ്പെടുന്നത്. അതായത് രാത്രി ഏകദേശം 1 മണിയോടുകൂടിയാണ് മർദ്ദനം ആരംഭിച്ചത് എന്നും പക്ഷേ വീട്ടിൽ അമ്മയും രാഹുലിൻ്റെ സുഹൃത്തുമടക്കം ഉണ്ടായിട്ടും ആരും സഹായത്തിന് എത്തിയിട്ടില്ല എന്നും 150 പവനും കാറുമായിരുന്നു ഭർത്താവിൻ്റെ ആവശ്യമെന്നുമാണ് പെൺകുട്ടി പറയുന്നത്. ഭർത്താവിൻ്റെ അമ്മ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് സംഭവമെന്ന് സംശയിക്കുന്നതായിട്ടാണ് യുവതി അവസാനം ആ മൊഴിയിൽ പറഞ്ഞു വെക്കുന്നത്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും യുവതി അതിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ്. ഗാർഹിക പീഡനം ആയുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങി ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം തന്നെയാണ് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് കേസെടുത്തില്ല?
രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പോലീസ് ആർക്കു വേണ്ടിയാണ് ഒത്താശ ചെയ്തത്? ഇങ്ങനെ പോലീസിനെ കുരുക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നോണം ആഭ്യന്തര വകുപ്പ് നടത്തിയത് CIA സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു കടമ മാത്രമാണ്. ആ കർത്തവ്യം പൂർത്തിയായപ്പോൾ ഇനി പോലീസിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടി വരും. രാഹുലിനെ എന്തുകൊണ്ട് വിട്ടയച്ചു? രാഹുലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണല്ലോ. സ്ത്രീധന പീഡനമാണെങ്കിൽ അത് അവർ പറഞ്ഞ കേസിലുണ്ടായിരുന്നതാണല്ലോ, അവർ മൊഴി നൽകിയതാണല്ലോ, ആ മൊഴികൾ അവർ നൽകിയ പരാതിയിലുണ്ടല്ലോ. ആ പരാതി പ്രകാരം എന്തുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത കേരള പോലീസിനുണ്ട്. ഒളിവിലിരുന്നു കൊണ്ട് രാഹുലിന് ഏത് തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താം, അപമാനിക്കാം, ഈ പെൺകുട്ടിയെ ഇനിയും പലതും പറയുകയും ചെയ്യാം. പക്ഷേ നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടതുണ്ട് രാഹുൽ. ഇല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ വളരെ കൃത്യമായി രാഹുലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്.